ബുള്ളറ്റിൻ്റെ ആ ഒരു മൊഞ്ച് നോക്കിയിരിക്കുന്ന സമയത്താണ് എൻ്റെ അനിയൻ വന്നൊരു ചോദ്യം, പൈതൽ മലയിലേക്ക് ഒരു ട്രിപ്പ് പോയാലും ഒന്നും നോക്കില്ല, നീട്ടി ചവിട്ടി ഒരൊറ്റ വിടലും പൈതൽ മലയിലേക്ക്. എണ്ണയാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതലുണ്ട്, മഴയാണെങ്കിൽ ഒരു വില്ലനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അനിയൻ പറഞ്ഞു ഒന്നും നോക്കണ്ട, അതിൻ്റെ നടുക്കൂട്ട് നെഞ്ചും പിരിച്ച് പോകാൻ. അതും ഒന്നും വകവെക്കാതെ നമ്മൾ അതിൻ്റെ നടുക്കൂട്ടൊരു പോകും. നാട്ടുകാർ കുറ്റവും പറഞ്ഞിങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്നൊരു മല, പൈതൽ മല, പാലക്കാട് തട്ട്, ഈ 3 സ്ഥലവും ഈ വഴിക്ക് തന്നെയാണ്. ആ ഒരു വഴി നോക്കി നേരെ അങ്ങ് പിടിച്ചു. ഇങ്ങനെ പൈതൽ മലയത്തിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് നല്ല അടിപൊളിയായിട്ട് കോപ്പറാൻ കാണിച്ചിട്ടുള്ള പല ഫോട്ടോകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാവുന്നതാണ്. അങ്ങനെ കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോയ സമയത്ത് നല്ല വിശപ്പ് വന്നു. അടുത്ത ടാസ്ക് ഹോട്ടൽ തപ്പലായി. അങ്ങനെ ഹോട്ടൽ തപ്പി നടന്നിട്ട് ഹോട്ടൽ കാണാൻ ലാസ്റ്റ് ഒരു ഹോട്ടൽ എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ നല്ല നാടൻ ചോറുണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് തീരുമ്പോൾ തന്നെ ചോറും വന്നു. അങ്ങനെ ചോറും ചുറ്റുപാടും ഒന്നും നോക്കില്ല, ചറവറാന്ന് പറഞ്ഞ് അടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ കഴിക്കിയിട്ടില്ല എന്ന്. നമ്മളെ ഭക്ഷണ രീതി കണ്ടിട്ട് തൊട്ടടുത്തുള്ള ആൾ ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ എവിടെയാണ് മക്കളെ നാട്? അതൊരു ട്രോളാണെന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. അതൊന്നും നോക്കാതെ വേഗം കഴിയുക അവിടുന്ന് തടിയപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെ എത്തിയ സമയത്ത് അവിടെ 70 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അങ്ങനെ 70 രൂപ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തു. കൊടുക്കാൻ മടിയിലവർക്ക് കരഞ്ഞു പിടിച്ച് കാല് പിടിച്ചാൽ ചിലപ്പോൾ അവർ ഉള്ളിലേക്ക് കയറ്റി കൊടുത്ത് തോന്നുന്നുണ്ട്. പക്ഷേ സംശയമായിരിക്കും. എന്തായാലും ഇങ്ങനൊന്ന് ശ്രമിച്ചു പോകും. ടിക്കറ്റും എടുത്ത് ഗേറ്റും കടന്ന് നോക്കുന്ന സമയത്താണ് നിഗൂഢമായി നീണ്ടു നിൽക്കുന്ന ഒരു പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൂടെയാണ് അടുത്ത യാത്ര. ആത്മാർത്ഥമായിട്ട് നടക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ കല്ലും മുള്ളും മണ്ണും പാമ്പൊക്കെ ആയിരുന്നു. കാരണം ഞാനൊരു കാല് വെക്കുന്ന സമയത്ത് ഫസ്റ്റ് കിട്ടിയത് എനിക്ക് പാമ്പായിരുന്നു. പക്ഷേ ഷൂ നിർബന്ധമായിട്ട് ധരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം ഷൂ ഇല്ലാതെ പോകുന്നത് വളരെ അബദ്ധമായിരിക്കും. പിന്നെ വരുന്നതാണ് അട്ടയും കടിച്ചു, കാലിൽ പണിയും കിട്ടി. അങ്ങനെ വീണ്ടും നമ്മൾ നടന്ന് പേടിക്കുന്നത് തിരിച്ചു പോകാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടെൻറ്റ് കണ്ടത്. അങ്ങനെ അവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നടക്കാൻ തുടങ്ങുന്ന സമയത്താണ് ജുറാസിക്കിൻ്റെ കാലത്തോ മറ്റോ കണ്ടു പറഞ്ഞത് പോലത്തെ വലിയൊരു വണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ പഴയ പ്രേത കഥ ഓർത്തെടുക്കുന്നത് നല്ലതായിരിക്കും, നല്ല വൈബായിരിക്കും. ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതുപോലെയുള്ള ബോർഡൊക്കെ കാണും. തെറ്റിദ്ധരിക്കണം, നിങ്ങളെ വയസ്സൊന്നല്ല. കാരണം ഇനിയും കുറേ ദൂരം നടക്കണമെന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡ്. ജിമ്മിൽ പോവാതെ കൈക്കും കാലിലും മസിലാക്കി വീണ്ടും യാത്ര നമ്മൾ ആ ഒരു സ്ഥലത്ത്. അങ്ങനെ നടന്ന് നമ്മൾ അവിടെ എത്തിയ സമയത്ത് ഇത്രത്തോളം നമ്മൾ നടന്നതെന്നുള്ള കാര്യങ്ങളെ അങ്ങ് മറന്നുപോയി. അങ്ങനെ നരകത്തിൽ പോകേണ്ട ഞാൻ അങ്ങനെ സ്വർഗ്ഗത്തിലെത്തി എന്നുള്ള ആകാംക്ഷയോട് കൂടി ഇങ്ങനെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന വിശാലമായ ഈ സ്ഥലത്ത് നിന്ന് എവിടെ നിന്ന് തുടങ്ങണം, എവിടേക്ക് പോകണം എന്നുള്ള കൺഫ്യൂഷൻ. അങ്ങനെ വാച്ച് ടവറും കൂടിയുണ്ട്. അപ്പോൾ വാച്ചിന് ആ ഒരു ടവറിലേക്കും കൂടി പോകുക, അതും കൂടി പോയി കഴിഞ്ഞാൽ നല്ലൊരു വൈബായിരിക്കും. അങ്ങനെ നമ്മൾ നടന്ന് നീങ്ങി ആ ഒരു പച്ചപ്പും ആ ഒരു ആകാശമൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടന്ന് നീങ്ങി. കുറേ ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അവരെന്നെ പറയുന്നുണ്ട് ഇത് എൻ്റെ ഫോട്ടോ അല്ലാന്ന്. എന്താ പറ്റിയെന്ന് എനിക്കും അറിയില്ല. അടിപൊളി സൂപ്പർ സ്ഥലം തന്നെയാണ്. കാരണം ഞാനിവിടെ വന്നിട്ട് 3-4 സ്വപ്നം തന്നെ കണ്ടിട്ട് എൻ്റെ സമയം തന്നെ പോയത് ഞാൻ അറിഞ്ഞില്ല. അടിപൊളി സ്ഥലമാണ്. ആകാശം തൊട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ മലമുകൾ ഉള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു മഴയൊക്കെ പോയത് നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഫോട്ടോഷൂട്ടിന് കാര്യങ്ങൾക്ക് വെഡ്ഡിങ്ങിന് അതിനൊക്കെ നല്ല അടിപൊളി പ്ലേസ് തന്നെയാണ് ഇത്. വീഡിയോയിൽ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.